നമസ്കാരം പിള്ളേരെ. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് എന്താണ്? ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ടെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുക, ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇനി അത് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താ? പൈത്തൺ നമുക്ക് ഒരുപാട് ബിൽറ്റ് ഇൻ ആയിട്ട് കുറെ ഫംഗ്ഷൻസ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ആ ഫംഗ്ഷന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഫംഗ്ഷൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഒരുപാട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ മാത്തമെറ്റിക്കൽ ഇക്വേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടോ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് തരുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ ആവശ്യത്തിന്, ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നമ്പറുകൾ പ്രിന്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്താ ആഡ് ചെയ്യാനായിരിക്കാം, മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കാം, വാട്ട് എവർ മേ ബി. എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പൈത്തണിൽ ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. Python also allows user to define their own function. എല്ലാ പ്രോഗ്രാമിലായാലും പൈത്തൺ മാത്രമല്ല ഏത് ലാംഗ്വേജ് ആയാലും യൂസേഴ്സിനെ അലോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തമായിട്ട് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. To use their own function in Python, users have to define the function first. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ എപ്പോഴും ഫംഗ്ഷൻ ആണ് ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത്. അതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. സാധാരണ നമ്മൾ സി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? ആദ്യം ഫംഗ്ഷൻ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ അവിടെയും പഠിച്ചത്, ആണോ? അവിടെ എന്തെങ്കിലും പഠിച്ചത്? ആദ്യം ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ പഠിച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയം എപ്പോഴാണോ അവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതേപോലെ തന്നെ പൈത്തണിൽ ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതണം. ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് DEF എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്നും കൂടി കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. DEF കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. In a function definition, users have to define a name for the new function and also the list of statements that will be executed when the function will be called. അതെന്താ? DEF എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ന്യൂ ഫംഗ്ഷൻ നെയിം എന്താണോ നിങ്ങൾക്ക് ഫംഗ്ഷൻ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ എന്തൊക്കെയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ലൈൻസ് അത് എഴുതുക. അങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതേണ്ടത്. We can also give some input parameters or argument. നമുക്ക് ഫംഗ്ഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് തൊട്ട് താഴെ വരുന്നുണ്ട് എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ബൈ പ്ലേസിംഗ് ദം വിത്തിൻ ദീസ് പാരാന്തസിസ്. ഫംഗ്ഷന്റെ പാരാന്തസിന്റെ ഉള്ളിലെ ഈ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പാസ് ചെയ്യണം. The parameters can also be defined within these parentheses. നേരത്തെ പറഞ്ഞ തന്നെ ഈ പാരാന്തസിന്റെ ഉള്ളിൽ വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. The block of statement always start with a colon. അതായത് എന്താ? ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ആ ഫസ്റ്റത്തെ ലൈൻ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോളൻ സിമ്പിൾ ഇടണം. അതിനുശേഷം മാത്രമേ ആഫ്റ്റർ റൈറ്റിംഗ് കോഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദ ബ്ലോക്ക് എൻഡഡ് വിത്ത് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ആദ്യത്തെ ലൈൻ എഴുതുക, അതിനുശേഷം കോളൻ സ്റ്റേറ്റ്മെന്റ് ഇടുക, അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് എഴുതുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ റിട്ടേൺ എക്സ്പ്രഷനും കൂടി കൊടുക്കാം. അതായത് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്തോടത്തേക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. As we have stated earlier, a function may or may not return a value. If you want to return more than one value, separate the values using commas. ഒന്നിലധികം വാല്യൂസ് നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലേ, സി ഒക്കെ പഠിച്ചപ്പോൾ. ഒന്ന് സെപ്പറേറ്റ് കോമ ഉപയോഗിച്ചിട്ട് ഒന്നിലധികം വാല്യൂസ് പാസ് ചെയ്യാം. ദ ഡിഫോൾട്ട് റിട്ടേൺ വാല്യൂ ഈസ് നൺ. നൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രത്യേകിച്ച് ഡിഫോൾട്ട് ആയിട്ട് ഒന്നും സീറോ, മറ്റേ സി നമ്മൾ പഠിച്ചപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സീറോ നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എന്താ പ്രത്യേകിച്ച് ഒന്നും പാസ് ചെയ്യില്ല. ഇനി അതിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ. ആദ്യം DEF എന്ന് പറഞ്ഞാൽ ഈ സിൻടാക്സ് എപ്പോഴും എക്സാം എഴുതുമ്പോൾ എപ്പോഴും വിത്ത് സിൻടാക്സ് അടക്കം വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
സിൻടാക്സ് എന്താണ്? ആദ്യം DEF എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിക്കുക. അതിനുശേഷം ഫംഗ്ഷൻ നമ്മൾ യൂസറിന് നിങ്ങൾ ഇഷ്ടമുള്ള പേര് ഏതാണോ കൊടുക്കണമെങ്കിൽ ആ പേര് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെയാണോ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണമെങ്കിൽ പാരാമീറ്റേഴ്സ് ഇടുക. ഈ കോളൻ നിങ്ങൾ മറക്കരുത്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇത് നിങ്ങൾ ലാബ് എക്സാമിന് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ കോളൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഒരു ടാബ് സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ടാബ് സ്പേസ് ഉദ്ദേശിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോളം കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കേഴ്സർ ഇവിടെ വന്ന് നിൽക്കും. നമ്മൾ മുമ്പൊക്കെ സീലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ കേളി ബ്രേസ് ആണ്. ഇവിടെ പൈത്താണ് കേളി ബ്രേസ് ഇല്ല. ടാബ് സ്പേസ് നോക്കിയിട്ടാണ് ഈ ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എവിടെ വരെയുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ വരെ ഉണ്ട്. ഈ 3 ലൈനും എന്തായിരിക്കും? ഈ ഫംഗ്ഷന്റെ ഉള്ളിലുള്ളതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷന്റെ അല്ല, ഈ ഫംഗ്ഷന്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഈ ടാബ് സ്പേസിൽ എന്തൊക്കെ എഴുതണോ അവിടെ ആയിരിക്കും ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുക. ഇതിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഫംഗ്ഷന്റെ ഔട്ട്സൈഡ് ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുക. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമിന് സ്ഥിരം ചോദിക്കുക ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഫംഗ്ഷൻ ആൻഡ് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ഫോർ ഡിഫൈനിങ് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സിയിൽ പഠിച്ച അതേ നിയമങ്ങൾ തന്നെയാണ്. ഫംഗ്ഷൻ നെയിം ആർ ദ സെയിം ആസ് ദോസ് ഫോർ വേരിയബിൾ നെയിമും ഫംഗ്ഷൻ നെയിമും ഒരിക്കലും സെയിം ആവാൻ പാടില്ല. ആൽഫബറ്റ്, ന്യൂമറൽ ആൻഡ് സം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് അലൗഡ്. ആൽഫബറ്റ് ഉപയോഗിക്കാം, ന്യൂമറൽസ് ഉപയോഗിക്കാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. The name of the function cannot start with a number. ഒരിക്കലും ഫംഗ്ഷൻ നെയിം ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഒരു പേര് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഫംഗ്ഷന്റെ പേര്, ഇപ്പോൾ ഡിസ്പ്ലേ ആണ് ഫംഗ്ഷന്റെ പേര് എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ 1 2 3 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ 1 2 3 ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ആദ്യം നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം ആൽഫബറ്റോ ന്യൂമറൽസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ന്യൂമറൽസ് ഉപയോഗിക്കാൻ പാടില്ല, സോറി കേട്ടോ, ആദ്യം ന്യൂമറൽസ് ഉപയോഗിക്കാൻ പാടില്ല. ആൽഫബറ്റ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. No keyword can be used as the name of the function. അതായത് ഒരിക്കലും കീവേഡ് ഫംഗ്ഷന്റെ പേരായി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ കീവേഡ് എന്നൊക്കെ പറഞ്ഞ എന്താ, ഇപ്പൊ ഈ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീവേഡ് ആണ് അല്ലെ. അതുപോലെ DEF ഇതൊരു കീവേഡ് ആണ്. ഈ പറഞ്ഞ വാക്കുകളൊന്നും ഫംഗ്ഷന്റെ പേരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. Giving the same name to a variable and a function should be avoided. അതായത് വേരിയബിളിനും ഫംഗ്ഷനും എപ്പോഴും ഒരു പേര് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കമ്പൈലർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. The parentheses after the function name contain the parameters or argument. They are optional. പരാന്തസിന്റെ ഉള്ളിലെ പാരാമീറ്റേഴ്സോ ആർഗ്യുമെന്റോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കണമെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ ഫംഗ്ഷന്റെ ആവശ്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴുള്ള റൂൾസ്. ഇത് നന്നായിട്ട് എഴുതി വെക്കാം, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫൈൻ ഫംഗ്ഷൻ ആൻഡ് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ നോക്കി വെക്കുക, ലെക്ചർ നോട്ടിൽ എന്തായാലും എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് അതിൻ്റെ ഹെഡർ ആണ്, അതിനുശേഷം ബോഡിയാണ്, കോളൻ ഉപയോഗിക്കണം, കോളൻ കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷനും അതിന്റെ റൂൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കുറച്ച് നേരം നമ്മൾ കേൾക്കണേ പാരാമീറ്റേഴ്സ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്താണ് ഒരു ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ്, എന്താണ് ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും പാരാമീറ്റേഴ്സ്, എന്താണ് ആർഗ്യുമെന്റ്? പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെന്റ് ആർ ദ വാല്യൂസ് ഓർ എക്സ്പ്രഷൻ പാസ്ഡ് ടു ദ ഫംഗ്ഷൻ ബിറ്റ്വീൻ പാരാന്തസിസ്. ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞിട്ടുള്ള പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കണേ? ബ്രാക്കറ്റ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ഇല്ലേ, ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം, അതില്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിരിക്കാം. ഇത് രണ്ടും പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. The value of the argument is always assigned to a variable is known as parameter.
ആർഗ്യുമെന്റിന്റെ വാല്യൂ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരാമീറ്റർ എന്ന് വിളിക്കുക. At the time of the function definition, we have to define some parameters if that function requires some argument to be passed at the time of calling. നമ്മൾ അതിനുശേഷം ടൈം ഓഫ് കോളിങ്ങിന്റെ സമയത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ ഈ പാരാമീറ്റേഴ്സിന് ആവശ്യമുള്ള വാല്യൂ കോളിങ്ങിന്റെ സമയത്ത് നമുക്കത് പാസ് ചെയ്യേണ്ട ആവശ്യം വരും. ആ പാസ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർഗ്യുമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ തെറ്റരുത്. എന്താണ് പാരാമീറ്റേഴ്സ്? നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് പാരാന്തസിന്റെ ഉള്ളിൽ കൊടുക്കും. അത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലേക്ക് ഏത് വാല്യൂ ആണ് എത്തേണ്ടത് ആ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുക. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്നതാണ് എന്ത്? അത് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഒരു പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഈ സി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ്, വിത്ത് ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഒരു 4-5 ടൈപ്പ് നിങ്ങൾ സിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്, വിത്ത് നോ റിട്ടേൺ ടൈപ്പ്, വിത്ത് റിട്ടേൺ ടൈപ്പ്, നോ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 മോഡലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ പൈത്തണിൽ നമുക്ക് പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 രീതിയിലാണ് നമുക്ക് പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റും നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുക. There can be 4 type of formal argument using which a function can be called, which are as follows. അപ്പോൾ ഏതൊക്കെയാണ് ഈ 4 തരത്തിലാണ് നമുക്ക് ഫംഗ്ഷൻ നമുക്ക് പാരാമീറ്ററും ആർഗ്യുമെന്റും പാസ് ചെയ്യാൻ പറ്റുക? ഏതൊക്കെയാണ് 4 തരം? ആദ്യത്തെ റിക്വയർഡ് ആർഗ്യുമെന്റ്, രണ്ടാമത്തെ കീവേഡ് ആർഗ്യുമെന്റ്, മൂന്നാമത്തെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്, നാലാമത്തെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. റിക്വയർഡ് ആർഗ്യുമെന്റിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, പൊസിഷൻ ആർഗ്യുമെന്റ് എന്ന് വിളിക്കും. നിങ്ങൾ ലെക്ചറിനോട് ഇതും അതും കൂടി എഴുതി വെക്കണം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത എന്താണ് പൊസിഷൻ ആർഗ്യുമെന്റ് എന്ന് ചോദിക്കാറുണ്ട്. ഞാനതുകൊണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. അപ്പൊ ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ആർഗ്യുമെന്റ്? ആദ്യത്തെ റിക്വയർഡ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പൊസിഷൻ ആർഗ്യുമെന്റ്, രണ്ടാമത്തെ കീവേഡ് ആർഗ്യുമെന്റ്, മൂന്നാമത്തെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്, നാലാമത്തെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. ഈ 4 ആർഗ്യുമെന്റും എങ്ങനെയുള്ളതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറഞ്ഞുതരാം. ഇതെന്തായാലും സമയം അവസാനിക്കാറായി, ഇതിലേ നമുക്ക് ഉൾക്കൊള്ളില്ല. അപ്പോൾ ഈ പറഞ്ഞ തിയറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുക കേട്ടോ. അപ്പോൾ കയ്യോടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക്